മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തെ അതിജീവിച്ചവർക്കായുള്ള സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന കൽപ്പറ്റ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നു. ടൗൺഷിപ്പിന്റെ ഒന്നാംഘട്ട ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. 178 ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണവും മുഖ്യമന്ത്രി നടത്തും. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ലിടൽ വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. വയനാടിന്റെ അതിജീവനത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവും പട്ടയ വിതരണവും അടുത്ത ബുധനാഴ്ച. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ 178 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ ലഭിക്കുക. മഴക്കാലത്തിനു മുമ്പ് പട്ടികയിൽ ബാക്കിയുള്ളവർക്കും വീടുകൾ നൽകുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. 25 വൈകിട്ട് 4 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഉദ്ഘാടന പരിപാടി. സർക്കാർ പട്ടികയിൽ ഉൾപ്പെട്ട വീട് ആവശ്യമില്ലെന്ന് എഴുതി നൽകിയ 87 പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 51 പേർക്കുള്ള മുസ്ലിം ലീഗ് തൃക്കൈപ്പറ്റിയിൽ പണികഴിപ്പിച്ച വീടുകളുടെ കൈമാറ്റം 28-ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറും. ഇതോടൊപ്പം കുന്നംപറ്റയിൽ കോൺഗ്രസ് വീടുകൾ നിർമ്മിക്കാനായി ഏറ്റെടുത്ത സ്ഥലത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 26-ന് തറക്കല്ലിടും. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.